നിനക്ക് വയ്യ. ചേച്ചി ചേച്ചി തുറക്കോ? ആ തുറന്നോടി. ഇല്ല, ഞാൻ കുറ്റിയിട്ടിട്ടില്ല. ആണോ? വിശക്കണ്ടി. ഞാൻ അയ്യോ, ഈ ആവിലൊന്നും ഇല്ല കേട്ടോ. പാത്രം നിറച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാൻ സാധനം. എൻ്റെ അപ്പാ സാധാരണ മുട്ടിയൊക്കെ ഇരിക്കാറുണ്ട്. ഇത് ഭാഗമുള്ളൂ. നഷ്ടം ഇത് വാങ്ങിക്കണേ. ഇതൊന്നും ഞാൻ വാങ്ങിക്കില്ല കേട്ടോ. അവിടെ ഞാൻ പറയും വേണ്ടാന്ന് പറയും. ഇത്രയും ഇല്ലാത്ത സാധനത്തിന് 30 രൂപയാണ് കണ്ടോ. അളവില്ലേ ഇതിൽ. എന്തെന്നാണ് കമ്പനി നല്ല കമ്പനിയൊക്കെ തന്നെ പേര് കേട്ടെ. പക്ഷേ തീരെ സാധനമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ വലുത് വാങ്ങിക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ വാങ്ങിച്ചാൽ പക്ഷേ നമുക്ക് നഷ്ടമായി. ഏതിൻ്റേത് കേട്ടോ, ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. എന്തായാലും എനിക്ക് വിശന്നിട്ടും വയ്യ. ഞാൻ ഉച്ചയ്ക്ക് കൂട്ടാനൊന്നും സുഖമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജാം ആക്കാം. ബ്രെഡും ജാമും ഇരിപ്പുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ വാങ്ങിപ്പിച്ചു. വിശന്ന ഇടയ്ക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചത്. പക്ഷേ ഇന്നെന്തോ ഞാൻ വിശന്നപ്പോൾ ഉപകാരം ചെയ്ത്. അയ്യോ, ഞാനിവിടെ ചേട്ടൻ വയ്ക്കണ്ടെന്ന് വെച്ചിട്ട് തരാഞ്ഞതല്ലേ. ചേച്ചിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ തരില്ലേ? അവിടെ ഞാൻ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ തരാഞ്ഞേ. ഇവിടെ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പിന്നെ. എന്നാൽ കഴിക്കടി, നീ കഴിക്കും, ഞാൻ വേറെ എടുക്കാം. എനിക്ക് വേണ്ട. ഞാൻ ചായ കുടിച്ചിട്ട് ഇങ്ങ് വന്നേ. വെള്ളം കുടിക്കട്ടെ. എന്നാൽ ശരി, ഞാൻ കഴിക്കാം. ചേച്ചി കേട്ടായിരുന്നോ മറ്റേ ജയൻ ചേട്ടൻ്റെ കാര്യം അപ്പുറത്തെ? എന്ത് കഷ്ടമല്ലേ. ഞാൻ കേട്ടായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വന്നിരുന്നോ? എന്നോട് ഒരു ദിവസം ഇങ്ങനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ചെറിയൊരു സൂചന. എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചതിന് പറഞ്ഞതാ. അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയട്ടെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയോട് എന്താ പറഞ്ഞു? എന്നിട്ട് സങ്കടമൊക്കെ ആയോ ഭയങ്കര? എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എന്തോ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെന്തോ ആണ്. വൈകുന്നേരം ഒരു 3 മണി നേരത്താണ് വന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നാണ്, പിന്നെ വന്നില്ലല്ലോ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. സുഖമാണ് ആൻറ്റി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആൻറ്റിയുടെയൊക്കെ റിലേഷനല്ലേ അവർ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചോ? അറിയാമല്ലോ, പറഞ്ഞറിയാം. പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ. അപ്പോൾ അറിയാം, നമ്മൾ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയാം. എന്നോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നല്ലേ എന്ന്. അപ്പോൾ എന്താ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളതിനൊന്ന് കൂട്ട് വെക്കാനായിട്ട് നമ്മുടെ ഇതിലൊന്നുമില്ല ഇല്ല. നിശ്ചയം കഴിഞ്ഞു, കല്യാണത്തിന് വിളിച്ചപ്പോഴാണ് നമ്മളൊക്കെ അറിയണത് തന്നെയല്ല കല്യാണമായി എന്നുള്ളത്. ചേച്ചി എന്ത് പറഞ്ഞു? എന്നിട്ട് ഞാൻ പറഞ്ഞു ആണുഷയിലെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഒന്നുമില്ല, പുള്ളിക്ക് ഇത്തിരി പ്രോബ്ലംസ് ഉണ്ടല്ലേ. അങ്ങനെ പ്രോബ്ലം ഒന്നും ആയുള്ളതായിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്നൊന്ന്. അതല്ല, ജോലിയുടെ പ്രശ്നമായിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് പോയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അവിടെ ചെന്ന് പറയണ്ട കേട്ടോ, അവരോട് പറയല്ലേ കേട്ടോ. പിന്നെ 2 പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ ഉള്ള പരിചയത്തിൽ എനിക്ക് തോന്നി പറയില്ല എന്നൊക്കെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറയുമൊന്നുമില്ല ഷീലെ, അങ്ങനത്തെ പരിപാടി നമുക്കില്ലല്ലോ. നീ ചെന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ അടിയോളൂ അമ്മായി മറ്റേ ആൻറ്റിയോട്. ഇങ്ങനെ ഇനിയും പിന്നെ ആ പെങ്കൊച്ചിനെ അവിടെ കഴിഞ്ഞു കൂടേണ്ടതല്ലേ. അപ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറയുമോ ചേച്ചി? നമ്മൾ അങ്ങനെയൊന്നും പറയണവരല്ലല്ലോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പാവമല്ലേ, എന്തിനാ അവരങ്ങനെ ചെയ്ത്? നമ്മളൊരു കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വേണ്ടേ, അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? പറഞ്ഞിട്ടവർക്ക് സമ്മതമാണെങ്കിൽ നടത്തിയാൽ മതി ചെയ്യുന്നു, അല്ലാണ്ട് നടത്തണ്ടല്ലോ. അതിന് വിഷമമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നാലും പറയാത്തതിലുള്ളൊരു വിഷമം അവർ, അത്രേ ഉള്ളൂ. കാരണം പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ടല്ലോ, കുഴപ്പമില്ലാണ്ട്. അത് കാരണമാണിത്. ചേച്ചി അത് തന്നെ ഞാനും വിചാരിച്ചത്. അവർക്ക് ആ ചേച്ചിക്ക് പറഞ്ഞിട്ട് ആൻറ്റിക്ക് സമ്മതിച്ചാൽ പോരായിരുന്നു.
അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതിലിങ്ങനെ ഓരോ വീട്ടിലെ പെൺപിള്ളേരെ കൊണ്ടുവന്നിട്ട് സങ്കടപ്പെടുത്തണേ. അതിന് സങ്കടമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നില്ലേ? ഇപ്പോൾ ഏകദേശം 5-8 മാസമൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ ആവാനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മളെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ വന്നതാണത്. കുറേ പ്രാവശ്യമായിട്ട് കാണുന്നു, അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊന്നും കൊണ്ടുണ്ടാക്കാൻ. കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂടെ വീട്ടിലേക്കൊക്കെ വരും. വീട്ടിലൊക്കെ ഭയങ്കര നല്ല പെരുമാറ്റമൊക്കെയാണ്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രീതിയിലാണ് പെരുമാറ്റമൊക്കെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള ആളാണത്. പണ്ടേ നല്ല സ്വഭാവമായിരുന്നു. പക്ഷേ വീട്ടുകാർ ഈ പറഞ്ഞ പോലെ എന്താണ്, അയൽക്കത്തുകാർ ഫോറിനിൽ പോകണു, മറ്റേ പിള്ളേർ പോകണു, മറ്റേ പിള്ളേർ പോകണു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു പാവമായിരുന്നു ഈ ചേട്ടൻ. പക്ഷേ നിർബന്ധിച്ച് ഇതിനെ പിടിച്ച് എന്താ പറയുക, ബോംബെക്ക് വിട്ടു. ബോംബെക്ക് നിന്ന് അവിടുന്ന് ഗൾഫിലേക്ക് പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഒടുവിൽ അവിടെ ഈ പയ്യൻ സ്വഭാവം നല്ലതന്നേ ഉള്ളൂ, പക്ഷേ തൻ്റെ ഇടമൊക്കെ കുറച്ച് ഉണ്ടായിരുന്ന ആളുമാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെയോ ആരൊക്കെയോ എന്തിലൊക്കെയോ പെടുത്തി അതിനെ ഡ്രഗ് അറ്റാക്കൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ അതുണ്ടായതല്ലേ. പാവം. ചുരുക്കം അത് ഇവിടെ വന്നു കഴിയുമ്പോൾ ചോദിച്ചതാണ് അവരോട്, ചേച്ചിയല്ലേ വിശക്കണമെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ കഴിക്കത്. അപ്പം പിന്നെ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചോദിച്ചു അത്രേ, ഞാൻ കഴിക്കാം എന്താണ് ഇത് തന്നെ ചോദിച്ചു എന്ന്. എന്താ അമ്മേ ചേട്ടന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ ഇവരുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നം തോന്നിയതായിരിക്കുന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് അത്ര അത്. പക്ഷേ പിന്നെ മരുന്നും കൂടെ കഴിക്കുന്നതുകൊണ്ടോട് ഉറപ്പിച്ചു ദൈവം എന്താ പ്രശ്നം എന്നുള്ളതായി. അത് പറയണത് എൻ്റെ വീട്ടിൽ കഴിവില്ലാത്തതല്ലേ, അധികമൊന്നും കഴിവില്ലല്ലോ ആൻറ്റി. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയും അച്ഛനും ഇവർക്ക് വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടൻ്റെ പേരിലാണ്, അപ്പം അതുകൊണ്ട് ജീവിക്കാം എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കി നടത്തിയാൽ മതിയല്ലോ എന്നൊക്കെ ഉള്ളതിൽ കല്യാണം കഴിച്ച് വിട്ടത്. ഇവിടെ പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അത് ഇപ്പോൾ വീട്ടുകാർക്ക് വിഷമമായി. പക്ഷേ അവർക്ക് ഇനി വേറെ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടും മറ്റ് കഴിവുകളൊന്നുമില്ല, കാരണം സഹായിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് സഹിച്ചു പോകലേ മാർഗമുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ദിവസം ഇതറിഞ്ഞിട്ടില്ല കുറച്ച് ദിവസത്തേക്കൊന്നും ഇയാൾ മരുന്ന് കൊടുത്തതൊന്നും. കാരണം 2-3 ദിവസം ഇവിടെ തന്നെയൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ പിന്നെ അവർ കറക്റ്റ് സമയത്തിന് മരുന്ന് കൊടുക്കണമെന്ന് ഇവരറിയില്ലല്ലോ, അറിയാണ്ടൊക്കെ കൊടുത്തു പോയിന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ പറയണേ, ഇത് കണ്ടിട്ടില്ലെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ മരുന്നൊക്കെ കൊടുത്ത് വിട്ടിരുന്നു അത്രേ. എന്നിട്ട് അധികം നിൽക്കണ്ട, 1 ദിവസം നിന്നിട്ട് പോരാ, ചടങ്ങൊന്നും വേണ്ട അങ്ങനെ. ഇപ്പം ഇതിനാണെങ്കിലും കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അതെ നന്നാവാണ്ടിരിക്കുകയൊന്നുമില്ല, പിന്നെ മരുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം തന്നെ കല്യാണം കഴിപ്പിക്കാനുള്ളതിലേക്ക് എത്തിയില്ലേ, അപ്പം സുഖമാവുമെന്ന് തന്നെ വിശ്വസിക്കാം. അതെ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടുണ്ട്, അതിലിതും ഉൾപ്പെടുന്നു വിചാരിക്കാം നമുക്ക്. അല്ലാതെ ഇപ്പം നടന്നു കഴിഞ്ഞിട്ട് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവർ ചിന്തിച്ച് പറഞ്ഞ ചെയ്യണമായിരുന്നു. അതെ, ഇവർക്ക് സ്വത്തും മുതലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ട് നടക്കും ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ അവർ. അറിയുകയും ചെയ്യാതെ നടക്കുകയുള്ളൂ, അതിനുള്ള വരുമാനമുണ്ട്. അപ്പോൾ പിന്നെ എന്താ പിന്നെ പറഞ്ഞു പറയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലാടോ ഞാൻ പറയില്ല. നമ്മൾ തമ്മിൽ പറയുന്നതല്ലാണ്ട് നമ്മൾ വേറെ ആളോട് പറയില്ലല്ലോ, പുറത്ത് ഒരാളോട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് വഴക്കേണ്ട കാര്യം ശരിയല്ലല്ലോ. പിന്നെ നമ്മളെ പഠിപ്പിച്ചേക്കണത് അങ്ങനെയല്ലേ, അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക, അങ്ങനെ ചെയ്യരുതെന്ന്. അച്ഛനാണെങ്കിലും അത് തന്നെയായിരുന്നു. പിന്നെ നമ്മളത് ചെയ്യുമോ ചേച്ചി? അയ്യോ പാവമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞാനിപ്പോൾ നീ ആയതുകൊണ്ട് പറഞ്ഞു എൻ്റെ സ്വന്തം അനിയത്തി, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മൾ പറയും, നീ എന്നോട് പറയും നിൻ്റെ സ്വന്തം ചേച്ചി, ഇത്ര തന്നെ നമ്മൾ തമ്മിൽ പറയുള്ളൂ. വേറെ ആൾ നമ്മളോട് എന്തെങ്കിലും വിവരം പറഞ്ഞാൽ തന്നെ നമ്മളിത് പുറത്ത് പോകാറുമില്ല. അത് ഇന്നുവരാരും പറഞ്ഞിട്ടില്ലല്ലോ അത് കാര്യം, നമ്മൾ പറഞ്ഞു. വർത്താനം പറഞ്ഞേ കുറേ നേരമായി. ഇവരൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ആലോചിച്ചിട്ടൊക്കെ നടത്തിയിരുന്നെങ്കിൽ വേണ്ടില്ല. ഇപ്പോൾ അവരോട് വിവരം പറഞ്ഞാൽ അവർക്ക് പോയി അന്വേഷിക്കാനൊക്കെ പറ്റാട്ടോ. അങ്ങനെ അവർ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയാം കുഴപ്പമില്ല കേട്ടോ, കല്യാണം കഴിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓക്കെ. അപ്പോൾ അവർക്കും ഇവർക്ക് 2 കൂട്ടർക്കും ഒരു പ്രശ്നമില്ല പിന്നീട് അറിഞ്ഞു എന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നല്ലതല്ലായിരുന്നു. അതെ, എല്ലാവർക്കും ഇതൊരു പാഠമായിട്ടൊക്കെ ഇരിക്കണം അല്ലേ. നീ പറഞ്ഞ നേരം കെട്ടിച്ചോട്ടെ, കല്യാണം കഴിപ്പിക്കട്ടെ, പക്ഷേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ്
അപ്പോൾ അവർക്ക് ഇവരെ കാണിക്കുന്ന ഡോക്ടറെ പോയി കാണാം, സംസാരിക്കാം, അതൊക്കെ ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. നീ പോകുമ്പോഴേ കരിവേപ്പില എടുക്കാൻ പോകുമ്പോൾ മറ്റേ കപ്പങ്ങയും കൂടെ കുത്തിക്കോട്ടെ. അതേ കപ്പങ്ങ പഴുത്ത് നിൽപ്പുണ്ട്, നിന്നോട് പറയാൻ നിൽക്കുന്നത് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഇതുകൊണ്ട് പാടുകൊണ്ട് ഞാൻ കുത്തിയിട്ടില്ല. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അവിടുന്ന് തന്നെ അതിന്മേൽ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് പഴുത്ത് കിട്ടുമല്ലോ. എടുത്തോളണേ, മറക്കല്ലേ. ചേച്ചി ഞാൻ കുത്തിക്കോളാം. എനിക്ക് കരിവേപ്പില വേണമല്ലോ, അപ്പോൾ ഞാൻ എടുത്തോളാം. പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. എരിശ്ശേരി വയ്ക്കാം, പിന്നെന്താ വെറുതെ തിന്നാം, എന്താണെങ്കിലും ചെയ്യാമല്ലോ. ഈ കാലം കൊണ്ട് അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. അപ്പം വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി കുത്തി തരാനല്ലോ. അച്ഛനും മോനും കൂടി ഇരിപ്പില്ലേ, അവർ കുത്തി തരില്ലേ. ഞാൻ എന്തായാലും പോടും. ഞാൻ എന്തേ കപ്പങ്ങ കുത്തിയിട്ട് പോകാൻ പോവാ. കരിവേപ്പിലയും വേണം. ചേച്ചിക്ക് വേണ്ടേ? എന്നാൽ ശരി, നീയേ കപ്പങ്ങ മറക്കല്ലേ, കുത്തിക്കൊണ്ട് പൊക്കോളൂ നീ. എനിക്ക് വേണ്ട ഇപ്പം. അപ്പം നിങ്ങളെന്ത് പറയണു? ശരിയല്ലേ പറഞ്ഞതൊക്കെ? ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ. ഇനിയെങ്കിലും നടക്കാതിരിക്കണം, അതാ വേണ്ടത്. കഴിവ് കുറഞ്ഞ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കഴിവുള്ള വീട്ടിലേക്ക് കല്യാണം കഴിക്കുന്ന ആൺകുട്ടികൾക്ക് ജോലിയില്ലാത്ത ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ വേറെ അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ ജോലിക്ക് പോകാൻ മടിയുള്ള പിള്ളേർ, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് ചെറിയൊരു കഴിവ് കുറവുള്ളവർ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ വരുമാനമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ പോകാണ്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ബാക്കിയെല്ലാം ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും അവർ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് കല്യാണങ്ങൾ. എന്നാലും പ്രശ്നങ്ങളുള്ളത് നടത്തുമ്പോൾ അതൊന്ന് പറഞ്ഞ് അറിയിച്ച് അല്ലേ, അങ്ങനെ വേണം ചെയ്യാൻ.